ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. നമുക്ക് ഇന്നൊരു റീഡിങ് നോക്കാം. ഞാനൊരു 3 കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ചോദിക്കുക. അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള എനർജി എന്താണ്, സിറ്റുവേഷൻ എന്താണ്, അതെങ്ങോട്ട് പോകുന്നു. നിങ്ങൾ തന്നെ ഒരു നിങ്ങളുടെ ഒരു മാറ്റർ നിങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ എനർജി എങ്ങോട്ട് പോകുന്നു, സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി, ഇതെങ്ങോട്ട് പോകുന്നു. നമുക്ക് യൂണിവേഴ്സൽ ഗൈഡൻസ് എടുക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ വിചാരിച്ച ആ വിഷയത്തിൻ്റെ കറണ്ട് എനർജിയാണിത്. ദ ഹെർമിറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ദ ഹാങ്ഡ് മാൻ ആണ്. ഇത് എങ്ങോട്ട് പോകുന്നു ഈ സിറ്റുവേഷൻ. പേജ് ഓഫ് കപ്സ്. 3 കാർഡ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് റെസനേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നത് ദ ഹെർമിറ്റ് ആണ്. ദ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ആലോചിച്ചും ഒക്കെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാളാണ് ദ ഹെർമിറ്റ്. നിങ്ങളിപ്പോൾ ആലോചിച്ച ആ വിഷയത്തിൻ്റെ റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഫൈനാൻസ് ആണെങ്കിലും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. ഒരു ഗൈഡൻസ് ഒക്കെ നേടിയതിനു ശേഷമേ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാവൂ. അതാണ് കറണ്ട് എനർജി. നിങ്ങളുടെ എനർജിയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ആരുടെയെങ്കിലും ഉപദേശം തേടാം, ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. സെക്കൻഡ് വന്നിരിക്കുന്ന ഒരു എനർജിയാണ്, സിറ്റുവേഷനാണ്. നിങ്ങൾ വളരെയധികം ഒരു കാഷ്വലായിട്ട് കൂളായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പേടിയോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ ഇതുണ്ട്, സോഴ്സ് ഉണ്ട്, എനർജി ഉണ്ട്. മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളെല്ലാം സ്റ്റേബിളാണ്. നിങ്ങൾ പലതും സഹിച്ചൊക്കെ തന്നെയാണ് ഈ മുന്നോട്ട് പോകുന്നത്. ഈ തീരുമാനത്തിലേക്ക് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. റിസ്ക് എടുത്ത് ചെയ്യുന്ന, റിസ്ക് എടുത്ത് പാഷനേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഉപദേശം തേടാം. ഒരാളുടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം. നിങ്ങൾ നല്ല പവർഫുൾ എനർജിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു സൺ എനർജിയാണ്, കൂളാണ്. എന്നാൽ നിങ്ങൾ ഒരുപാട് സഹിക്കുകയും സ്ട്രഗിൾ ചെയ്യുകയൊക്കെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അതാണ്. നിങ്ങളുടെ ഹോൾ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ലാംഗ്വേജ് നിങ്ങൾ പുതിയൊരു ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് ചെയ്യുകയാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ അതിൻ്റെ ഒന്നുകൂടി എക്സ്പാൻഷൻ വരാനായിട്ട്, കൂടുതൽ ഡെവലപ്ഡ് ആക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അത് കരിയർ, ഫൈനാൻസ്, റിലേഷൻഷിപ്പ് എന്തായാലും ഒന്ന് ഡെവലപ്ഡ് ആക്കുക. പുതിയൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനാണ്. അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്, ഗൈഡൻസാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഈ കിട്ടിയ യൂണിവേഴ്സ് തന്ന മെസ്സേജിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാർഡും കൂടി എടുത്ത് നമുക്ക് നോക്കാം. കിങ് ഓഫ് സോഡ്. കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, അതായത് മാനസികമായിട്ട് ബുദ്ധിപരമായിട്ട് വളരെയധികം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള, അവരുടെ കണ്ണുകൾ തന്നെ നല്ല പവറാണ്. അങ്ങനെയുള്ളൊരു എനർജിയാണ് നിങ്ങൾ. ആ ഒരു പേഴ്സണാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെയധികം ആലോചിച്ചും കണ്ടേ നിങ്ങൾ എടുക്കത്തുള്ളൂ. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാം ആലോചിച്ച് പൂർണ്ണമായിട്ടും അബൻഡൻസ് വരുന്ന രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യത്തുള്ളൂ. എടുത്തു ചാടി ഒന്നും തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ റിസ്ക് എടുക്കാനും ഗട്സ് ഉള്ള ഒരാൾ തന്നെയാണ്. അതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജിയും അതിൻ്റെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കും. ഇതാണ് ഒരു യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്, ടാരോ കാർഡ് നൽകുന്ന കമ്മ്യൂണിക്കേഷൻ. അതാണ് റെസനേറ്റ് ചെയ്യുന്നവരെടുക്ക്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ആലോചിച്ച കാര്യമായിട്ട് നിങ്ങൾ റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാതാണെങ്കിൽ വിട്ടുകളയുക. അന്നേരം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൻ്റെ കൂടുതൽ റീഡിംഗ് ആവശ്യമുള്ളവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. റേക്കി ഹീലിങ്ങും ഞാൻ ചെയ്യുന്നതാണ്, ഓറ സ്കാനിങ്ങും ചെയ്യുന്നുണ്ട്.
പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവരും സന്തോഷമായിരിക്കുക, മികച്ച തീരുമാനങ്ങളെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ലൈഫിന് നല്ല രീതിയിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പല രീതിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അതിനുള്ള സഹായങ്ങൾ തേടുക, മുന്നോട്ട് പോവുക. എല്ലാവരും സന്തോഷമായിരിക്കുക. എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. താങ്ക് യു സോ മച്ച്.